IPLിൻ്റെ പകുതി മത്സരങ്ങൾ കഴിഞ്ഞു. നിലവിലിപ്പോൾ ആരൊക്കെ പ്ലേ ഓഫിലെത്തും, ആരൊക്കെ പുറത്തു പോകും, ഇതിൻ്റെ വ്യക്തമായ ചിത്രം ലഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ RCB മുംബൈ മാച്ച് കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. അപ്പോൾ IPLിൻ്റെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു ടീമിന് പ്ലേ ഓഫിലെത്തണമെങ്കിൽ 16 പോയിന്റ് ആവശ്യമാണ്. അതായത് 8 വിജയം വേണം. ഒരു ടീമിന് 14 കളിയാണുള്ളത്. നിലവിലിപ്പോൾ RCB 6 കളി കളിച്ചു കഴിഞ്ഞു. അവർക്ക് 2 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനി അവർക്ക് ബാക്കി 8 മാച്ചുണ്ട്. അതായത് ഇനി 8 മാച്ചിലെ 7 കളിയും RCB ജയിക്കണം. എന്നാൽ മാത്രമേ പ്ലേ ഓഫിലെത്തൂ. അതത്ര ഈസി അല്ല. ഇപ്പോൾ തന്നെ 5 കളി തോറ്റിരിക്കുകയാണ്. അതുകൊണ്ട് RCB 90% പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഡൽഹിയുടെയും അവസ്ഥ. ഇനി പഞ്ചാബ്, മുംബൈ ഇവർക്ക് 4 പോയിന്റ് ഉണ്ട്. മുംബൈക്ക് ഇനിയും തിരിച്ചു വരാം. ഇനിയുള്ള മാച്ച് ജയിച്ചാൽ മുംബൈ ഈസി ആയിട്ട് പ്ലേ ഓഫിലെത്തും. ഗുജറാത്തിനാണെങ്കിൽ 6 കളി കളിച്ചു കഴിഞ്ഞു. 6 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഗുജറാത്തിനും ഇനിയുള്ള മാച്ച് ജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫിലെത്താൻ സാധിക്കൂ. പഞ്ചാബിന് 4 പോയിന്റ് ഉണ്ട്. ഹൈദരാബാദ് 5ാം സ്ഥാനത്താണ്. അവർക്ക് 6 പോയിന്റ് ഉണ്ട്. ഹൈദരാബാദും CSKയും തുല്യരാണ്. 2 ടീമും 5 മാച്ചിൽ നിന്ന് 3 കളി ജയിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ 1ാം സ്ഥാനത്ത് രാജസ്ഥാനുണ്ട്. കളിച്ച 5 മാച്ചിലെ 4 എണ്ണത്തിലും ജയിച്ചിരിക്കുകയാണ്. 8 പോയിന്റ് രാജസ്ഥാനുണ്ട്. അവരെ 90% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. കൊൽക്കത്തയാണെങ്കിൽ 6 പോയിന്റോടെ 2ാം സ്ഥാനത്തുണ്ട്. കൊൽക്കത്തയ്ക്കും ഇപ്പോൾ 80% പ്ലേ ഓഫ് സാധ്യതയുണ്ട്. 3ാം സ്ഥാനത്തുള്ള ലക്നൌവിനും ഈസി ആയിട്ട് പ്ലേ ഓഫിലെത്താം. അവരിതുവരെ ഒരു മാച്ചിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ. അവർക്കും 6 പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് ടേബിൾ വിശകലനം ചെയ്യുമ്പോൾ 90% പ്ലേ ഓഫിലെത്തിയ ടീം രാജസ്ഥാനാണ്. ബാക്കിയുള്ള ടീമുകൾ നോക്കിയാൽ ലക്നൌവിന് പ്ലേ ഓഫിലെത്താം. അതുപോലെ CSK, മുംബൈ ഇവർക്കും ചാൻസ് കൂടുതലാണ്. കൊൽക്കത്തയ്ക്കും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ IPLിൽ പ്ലേ ഓഫിലെത്തുന്ന ടീമുകൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.